എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പതിവിലും കൂടുതലായിട്ട് ഒരു പടത്തിൻ്റെ പേര് ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നത്. ഈ പടം കാണാൻ തിയേറ്ററിൽ പോയിട്ട് പോപ്കോൺ മേടിക്കാതെ ലാഭിച്ച കാശ് കൊണ്ടുവന്ന് മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തതൊക്കെ ഞാനിങ്ങനെ ഓർത്തുപോയി. അതൊരു വല്ലാത്ത ട്രോമയാണ്. അത് തിയേറ്ററിൽ കണ്ടവർക്കേ അറിയും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. പിന്നെ ആ പടം ഇവിടെ എല്ലാവരും റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് നമ്മൾ ആ സൈസ് എടുക്കാത്തതാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ ചെയ്തേക്കാന്ന് കരുതി ഗൂഗിൾ വഴി ഒന്ന് പരതി പോയപ്പോഴാണ് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയത്. അതായത് നമ്മുടെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര സാറും ചന്ദ്രു സാർ, അതായത് കപ്സയുടെ ഡയറക്ടറും ആദ്യമായിട്ട് ഒരുമിക്കുന്ന പടമല്ല കപ്സ. അവർ അതിനു മുമ്പ് ഒരുമിച്ച് 2 മഹാകാവ്യങ്ങൾ ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഉപ്പി സാർ ഡബിൾ റോളിൽ വന്ന് ഡബിൾ ഇരട്ടി വെറുപ്പിച്ച ബ്രഹ്മ, 2 10 റോളിൽ വരാതെ തന്നെ 10 ഇരട്ടി വെറുപ്പിച്ച ഐ ലവ് യു. പിന്നെ അവസാനം കഥയാവതും മൈരാവെന്നും പറഞ്ഞ് ഒരു തുള്ളി കളങ്കമില്ലാതെ ലെവലേശം പതിരില്ലാതെ ചന്ദ്രു സാർ ലോക സിനിമയ്ക്ക് കൊടുത്തൊരു പ്രണയലേഖനം എന്നൊക്കെ പറയാവുന്ന കപ്സ. അപ്പോൾ നമ്മൾ എന്തായാലും ഫേസ് 2 അനൗൺസ് ചെയ്തല്ലോ. പക്ഷെ അതിനു മുമ്പ് ഈ ട്രിലജിയുടെ ഒരു വന്ദേ ഭാരത് സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരം, കുറച്ച് സമയം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പടം ബ്രഹ്മ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഒരു ചേച്ചി എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അവരിറങ്ങി വരുന്നത് റെഡ് ബുള്ളും കുടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ഈ ചേട്ടൻ്റെ അടുത്തോട്ട് അവർ നടന്ന് വരും. എന്നിട്ട് ബാക്കി ഞാൻ പറയാം. നീ ഇപ്പുറത്തുനിന്ന് വരും, അവൾ അപ്പുറത്തുനിന്ന് വരും. ഹാളിന്റെ നടുക്ക് വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടും, കണ്ണും കണ്ണും തമ്മിലോടക്കും. ഇതല്ലേ പരിപാടി? സത്യമായിട്ടും അത് തന്നെയാണ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അടുത്തോട്ട് വന്നിട്ട് കുറേ നേരം ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കും. അതെന്തോന്നത്, ലൈഫ് ജാക്കറ്റാ? നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ചേച്ചിക്ക് അത് മനസ്സിലായി. ചേച്ചി എന്തായാലും അത് കിട്ടിയ ഉടനെ താങ്ക്സും പറഞ്ഞിട്ട് ടാക്സി പിടിക്കാനായിട്ട് നടക്കും. അപ്പോൾ നമ്മളൊക്കെ ടാക്സി പിടിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ചെന്നിട്ട് നമുക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലത്തിൻ്റെ പേര് പറയാം. അപ്പോൾ ആ ഡ്രൈവർക്ക് ആ സ്ഥലം അറിയാമെങ്കിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. ചേച്ചി ടാക്സി പിടിക്കാനായിട്ട് റോട്ടിൽ കൂടെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ഒരു ഡ്രൈവർ ചാടിക്കയറി ചേച്ചിയോട് ചോദിക്കുന്നത്, മാഡത്തിന് എന്താണ് വേണ്ടത്? സ്വാഭാവികം, വഴി കൂടെ പോകുന്ന ഒരു സ്ത്രീയോട് ഒരു ഡ്രൈവർ ഊണിന് മുമ്പ് ചോദിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മൾ കേരളത്തിൽ ഈ ഒരു ആചാരം ഫോളോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കർണാടകയിലൊക്കെ ഇത് സ്ഥിരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ചോദ്യം കേൾക്കുന്ന ഉടനെ വഴി കൂടെ പോകുന്ന ആൾ അയാളുടെ ദീർഘകാലമായിട്ട് നടക്കാത്ത ആഗ്രഹം പുറത്തേക്ക് പറയണം. അങ്ങനെ ചേച്ചിയും പറയും, ഐ നീഡ് ബ്രഹ്മ. ഇത് കേട്ടതും ആ ഡ്രൈവർ ഒരുമാതിരി കുതിരത്തൈലം കുടിച്ച പോലെ എക്സൈറ്റഡ് ആവും. ഐ നോ മാഡം, ഐ ടേക്ക് മാഡം, യു സിറ്റിംഗ് മാഡം, ഐ ഗോയിങ് മാഡം, കം ഓൺ മാഡം, കം ഓൺ മാഡം. യവൻ എന്നിട്ട് അവരെയും കയറ്റി നേരെ ബ്രഹ്മ കോവിലിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോഴാണ് ചേച്ചി ക്ലിയർ ആയിട്ട് പറയുന്നത്, എനിക്ക് വേണ്ടത് ഗോഡ് ബ്രഹ്മയല്ല, ഡോഗ് ബ്രഹ്മ, ഡോൺ ബ്രഹ്മയാണ്. ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ബ്രഹ്മാദി ഗോഡിൻ്റെ അടുത്ത് നിന്ന് ബ്രഹ്മാദി ഡോണിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ നമ്മുടെ കുതിരത്തൈലം സാരഥി ഡോണിൻ്റെ കഥ പറയാൻ തുടങ്ങും. അപ്പോൾ ഏതൊടുക്കമില്ലാതെ വെറുപ്പിക്കുന്ന കഥയാണെങ്കിലും അതിനൊരു തുടക്കം കാണുമല്ലോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ബ്രഹ്മാദി ഡോണിൻ്റെ കഥ ആദ്യം തൊട്ട് പറയാൻ തുടങ്ങും. അങ്ങേരുടെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ള കഥ. അപ്പോൾ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പി സാറിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അങ്ങേർക്ക് പെട്ടെന്ന് ചായ കുടിക്കാൻ കാശില്ലാതെ വന്നപ്പോഴത്തേക്ക് ഒരു 100 ഏക്കർ സ്ഥലം 10 രൂപയ്ക്ക് വിറ്റു. 1920 അത് ഭയങ്കര ലാഭ കച്ചവടമാണല്ലോ. അതിനുശേഷം വന്ന അങ്ങേരുടെ മകൻ, അതായത് നമ്മുടെ ഉപ്പി സാറിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇതേപോലെ ചായ കുടിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ചായക്കൊന്നും 10 രൂപയേ ഉള്ളൂ, പക്ഷേ വിൽക്കാൻ സ്ഥലമില്ലാതെ അദ്ദേഹം ദാരിദ്ര്യത്തിൽ ജീവിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് നമ്മുടെ ബ്രഹ്മ സാറിൻ്റെ ഡാഡി ഇതേപോലെ വിൽക്കാനും പറിക്കാനും ഒന്നും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് 30 തികഞ്ഞ ആ ദിവസം ഒരു കൂട്ടം ആൾക്കാരെയും കൂട്ടി അപ്പൂപ്പൻ കൊടുത്ത സ്ഥലങ്ങൾ തിരിച്ചു മേടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടും. അങ്ങനെ നേരെ മഹീന്ദ്ര 4x4 റൊട്ടേറ്റ് അടിച്ച് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അപ്പൂപ്പൻ ചായക്കാശിന് എഴുതി തന്ന സ്ഥലങ്ങൾ തിരിച്ചു ചോദിക്കും. അപ്പോൾ എതിരെ നിൽക്കുന്നവൻ പറയും, നീ ആദ്യമായി എൻ്റെ വീട്ടിൽ വന്ന് ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തരില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ തരില്ല. പക്ഷേ നമ്മുടെ റിയൽ സ്റ്റാറിൻ്റെ ഡാഡി ആക്ച്വലി ജാക്കിയെ പോലെ അത്ര കൂളല്ല. ഇത്രയും പേര് കത്തിയായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ കുണഞ്ഞ തമാശ. പിന്നെ അങ്ങോട്ട് വെട്ടും കുത്തും. അത് നല്ല വെൽ കോറിയോഗ്രാഫ്ഡ് വെട്ടും കുത്തുമാണ് കേട്ടോ. കത്തി ആളെ മുട്ടുന്നതിന് മുമ്പേ ആൾ വെട്ടുകൊണ്ട് വീഴും. അങ്ങനെ കഴുത്തിന് മുകളിൽ കത്തി വെച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അയാൾ പറയും അയാൾ ഒപ്പിടില്ലെന്ന്. വേണ്ട, ഒപ്പിടണ്ട, കൈരേഖ വെക്കാലോ. അവിടുന്ന് നേരെ അടുത്ത പാടത്തിലേക്ക്. അവിടെയും ചെന്ന് എല്ലാവരും അരിഞ്ഞു തള്ളിയിട്ട് പിന്നെ മൊത്തം ഗ്രാമത്തിൽ ആരൊക്കെ സ്ഥലം മേടിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് തിരിച്ചെഴുതി മേടിക്കും. ഇതിനെയാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചു കിട്ടിയ സ്ഥലത്തിൻ്റെ കാശിൽ ഇവരങ്ങനെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ കൊട്ടാരം തിരിച്ചു പിടിക്കും. ആ അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മുടെ ബ്രഹ്മ സാർ ജനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രഹ്മ സാറിൻ്റെ ഡാഡി ഹോസ്പിറ്റലിൽ വന്ന് കൊച്ചിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങേരുടെ തന്ത ഒരു ഡയലോഗ് പറയുന്നത്. കൊച്ചിനെ കാണാൻ നമ്മുടെ ബ്രഹ്മരാജനെ പോലെ ഉണ്ടല്ലേ. ഒരു തന്തയോട് പറയാൻ കൊള്ളാവുന്ന ഡയലോഗാണ് ഇവിടെ അത്. എന്തായാലും അവിടെ വെച്ച് ഡാഡി തീരുമാനിക്കും ഇനി അങ്ങേർക്കും അങ്ങേരുടെ മോനും ആ വംശം വേണ്ട എന്ന്. അങ്ങേരുടെ മോന് വേണ്ടി പുതിയൊരു വംശം ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. ജനിച്ച മോന് വേണ്ടി ജനിപ്പിച്ച തന്തയെ തള്ളിപ്പറഞ്ഞ് ഈ മഹാമനുഷ്യൻ അവിടെ വെച്ച് ആഹ്വാനം ചെയ്യും ദാറ്റ് അങ്ങേരുടെ മോനെ കത്തി പോലെ വളർത്തിക്കൊണ്ട് വരുമെന്ന്. പടം കത്തിയായിരിക്കുമെന്ന് ഇതുവരെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി കൊടുവാളം കൊണ്ടുള്ള റിയൽ സ്റ്റാറിൻ്റെ ഇൻട്രോ. മറ്റേ വെട്ടുന്നതിന് മുമ്പേ ആൾ ചാവുന്ന ഫൈറ്റിന് ശേഷം ചന്ദ്രു സാർ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് ദ ഡിസപ്പിയറിംഗ് കണ്ണാടി. അതായത് അടി കൊള്ളുമ്പോൾ തെറിച്ച് പോകുന്ന കണ്ണാടി അടി കൊടുക്കുമ്പോൾ താനെ തിരിച്ചു വരും. ഇങ്ങനത്തെ സൂപ്പർ പവർ ഒക്കെ ഉള്ള നമ്മുടെ റിയൽ സ്റ്റാറിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് കൊല്ലാൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തോക്കുണ്ടായാലും കഷ്ടപ്പെട്ട് അവരെ നിന്ന് അടിച്ച് തോപ്പിക്കും. എന്നിട്ട് അവരെ വാള് വെച്ച് കുത്തിക്കൊല്ലും. എന്നിട്ട് അവർ ചത്തോന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്കും തോക്ക് വെച്ച് വെടിവെക്കും.
കാര്യം ഇതൊക്കെയാണെങ്കിലും കൊലയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നേരെ ചെന്ന് മുട്ട വെയിലത്ത് ഒരു ഗോൾഫ് കോഴ്സിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് 4 വണ്ടിയിൽ 5 പേര് 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്നിട്ട് വേണം ഇങ്ങേർക്ക് വന്ന് കൊട പിടിച്ചു കൊടുക്കുക. അങ്ങനെ വന്നവരിൽ ഒരാൾ ലാപ്ടോപ്പ് തുറന്നിട്ട് ഒരു പ്രൊഫൈൽ കാണിക്കും. അതിൽ മത്തങ്ങ വലുപ്പത്തിൽ പ്രദീപ് ഷെട്ടി എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കാണാം. പക്ഷെ എന്നിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പറയും, ഇവന്റെ പേര് പ്രദീപ് ഷെട്ടി, എനിക്ക് കണ്ണ് കാണാൻ വളരെ. അതായത് ഇത്രയും വലിയ ഡോൺ, അതായത് ഇത്രയും ക്രൂരനായി ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഡോൺ പ്രദീപ് ഷെട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സത്യം നമ്മളിലേക്ക് വരുന്നത്. അതായത് ഈ തോക്കും കാറും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ഡോണിന്റെ ശരിക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉറങ്ങി കിടക്കുന്ന മന്ത്രിമാരുടെ വീട്ടിലോട്ട് ഇടിച്ചു കയറിയിട്ട് അവരുടെ കുണ്ടല മധ്യത്തിൽ തോക്ക് കാണിച്ച് വിരട്ടി കാശ് തട്ടിയെടുക്കലാണ്. അതും അള്ളി വാരി എടുത്തുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം ഒരു കുഴപ്പാടാണ്. അങ്ങനെ നമ്മുടെ ഡോൺ സാറ് നാട്ടിലെ മന്ത്രിമാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണെന്ന് കൊള്ളയടിക്കുന്നത് കണ്ട കമ്മീഷണർ ആകെ അപ്സെറ്റ് ആവും. അങ്ങേര് പറയുന്നതിൽ ന്യായമുണ്ട്. അങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോട്ടാ ഷക്കീലും ചോട്ടാ രാജനും എന്തിന് ദാവൂദ് ഇബ്രാഹിം വരെ ഇന്ത്യയിൽ വരാൻ മടിക്കുമ്പോൾ ഈ ഡോൺ ബ്രഹ്മ മാത്രം എങ്ങനെ ഇന്ത്യയിൽ വരുന്നു? ഡോൺ നീ. പക്ഷെ എന്താണെങ്കിലും ഇങ്ങനെ പിടിക്കണമല്ലോ. അങ്ങനെ ഇങ്ങനെ പിടിക്കാനായിട്ട് ഒരു മിടുക്കനായ ഓഫീസറിനെ നിയമിക്കും. അങ്ങനെ നമ്മുടെ ഭൈരവ സിംഗ് വന്നൊരു പ്രസ് റിലീസ് കൊടുക്കും. അതായത് ബ്രഹ്മ പറ്റിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് ഇങ്ങേരുടെ അടുത്ത് കംപ്ലൈന്റ് തരണമെന്ന്. ഇതും പറഞ്ഞ് അങ്ങേര് നേരെ അങ്ങേറെ സെക്രട്ടറിയുടെ വലിപ്പമുള്ള ഓഫീസിൽ അടക്ക വലിപ്പത്തിലുള്ള റൂമിലിരിക്കുമ്പോൾ നമ്മുടെ ഉലക നായകന്റെ ചേച്ചി വരും. ഡോണുകളെയൊക്കെ പുറകെ നടന്ന് പ്രേമിച്ചോളന്ന് ചേച്ചി ഏതാണ്ട് ശബദം എടുത്തിട്ടുള്ള പോലെയാണ്. ചേച്ചിയുടെ നടപ്പ് കണ്ടാൽ വേറെ പലതും തോന്നുമെങ്കിലും ചേച്ചി ശരിക്കും ബ്രഹ്മ പറ്റിച്ച കഥ പറയാൻ വന്നതാണ്. അവരുടെ കഥ നീ കേട്ടിട്ടുണ്ടോ? ഒന്ന് പോടാ, എനിക്ക് കേൾക്കണ്ട. ഓരോ വൃത്തികെട്ട കഥയായിട്ട് ഇറങ്ങിക്കോളും. ഓ, എന്നയാള് കേൾക്കണ്ട. വിറ്റുള്ള കഥയാണെങ്കിൽ പറ. വിറ്റല്ലേ ഉള്ളു മച്ചു. അതായത് ചേച്ചി ഇതേപോലെ ഒരു ധനുമാസ രാവിലെ ഇങ്ങനെ മലേഷ്യൻ തെരുവുകളിൽ നിൽക്കുമ്പോൾ ചേച്ചിക്ക് ഒരു പ്രപ്പോസൽ വരും. ചേച്ചി പൂക്കടയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുത്തൻ ചൂളമടിച്ച് പൂ ഉണ്ടാക്കും. എന്നിട്ട് അത് വിരൽ വെച്ച് ഏറി കൂടെ പോക്കി ചേച്ചിക്ക് കൊടുക്കും. എന്തിനും ലെവൽ പ്രപ്പോസൽ നടത്തിയ എന്തിനും ചേച്ചി ഒരു തഗ് ലൈഫ് ലെവൽ റിപ്ലൈ കൊടുക്കും. ഇല്ലാത്ത കണ്ണാടി ഉണ്ടാക്കാൻ കഴിയുന്ന അണ്ണന് ഇല്ലാത്ത ചെരുപ്പ് ഉണ്ടാക്കി പറപ്പിക്കാൻ കഴിയുന്ന ചേച്ചി ഒരു ഇൻസ്റ്റന്റ് റൈറ്റ് സ്വൈപ്പാണ്. പക്ഷേ ഇവരെ തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ വിധിക്ക് വേറെ കുറേ വഴികളുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചേച്ചി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തിൽ നമ്മുടെ റിയൽ സ്റ്റാർ ഒരു പിച്ചക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പിച്ചക്കാരനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയർ മോഡൽ ഡയലോഗുകളൊക്കെയാണ്. ഐ തിങ്ക് യു ആർ ഹെൽപ്ലെസ് ബട്ട് നോട്ട് ഹോപ്പ്ലെസ്. ദിസ് ഈസ് ടെമ്പററി സൊല്യൂഷൻ. ഐ വാണ്ട് പെർമനന്റ് സൊല്യൂഷൻ. ഒരു മനുഷ്യനെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ റിയൽ സ്റ്റാർ ഫോൺ എടുത്ത് ആരെയോ വിളിക്കും. അവർ 10 മിനിറ്റിൽ ഒരു പൂക്കട ഒരു ബോർഡ് സെറ്റ് ആക്കും. സെറ്റ് ചെയ്യ് നിന്റെ കാശല്ലല്ലോ. കട സെറ്റ് ആക്കിയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള പിച്ചക്കാരനെ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും, യു ആർ നോട്ട് എ ബെഗർ മാൻ, യു ആർ എ ബിസിനസ് മാൻ. പ്രാസം ഒപ്പിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ബെഗർ മാൻ, ബിസിനസ് മാൻ. അത്ഭുതം എന്ന് പറയട്ടെ, അപ്പം തന്നെ ഒരു ചേച്ചി പൂ മേടിക്കാൻ വരും. ഒരു ബിസിനസ് തുടങ്ങാൻ ഇത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കിയ ചേച്ചിക്ക് റിയൽ സ്റ്റാറിനെ അപ്പോഴേ അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ ഇഷ്ടം വളരാൻ ഒരു ദേവദൂതം വരേണ്ടി വന്നു. ലെവളുടെ തന്ത. അങ്ങേര് റിയൽ സ്റ്റാറിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരും. റിയൽ സ്റ്റാറിനെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ തന്തപ്പടി പറയും അങ്ങേർക്ക് ദൈവത്തിനെ മനസ്സിലാക്കി തന്ന മഹാമനുഷ്യനാണ് റിയൽ സ്റ്റാർ എന്ന്. അതായത് അയാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാന്ന് പൂജാരി പറയുമ്പോൾ റിയൽ സ്റ്റാർ പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ കേട്ടിട്ട് അങ്ങേർക്ക് മനസ്സിലായി ദൈവം ഉണ്ടെന്ന്. അതായത് നിങ്ങൾ TV ഉപയോഗിക്കാറില്ലേ, അതിന് റിമോട്ട് ഇല്ലേ? റിമോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ TVയിൽ മാറ്റം വരും. പക്ഷേ റിമോട്ടും TVയും തമ്മിൽ എന്തെങ്കിലും വയർഡ് കണക്ഷൻ ഉണ്ടോ? അതാണ് ദൈവം. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഇതിൽ ഇംപ്രസ്ഡ് ആയിട്ടാണ് പൂജാരി റിയൽ സ്റ്റാറിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുന്നത്. അടുത്ത ദിവസം ചേച്ചി റിയൽ സ്റ്റാറിനെ റോട്ടിൽ വെച്ച് കാണും. റിയൽ സ്റ്റാർ മറ്റേ പിച്ചക്കാരൻ്റെ പൂക്കട പോലത്തെ ഏതാണ്ട് വലിയ ബിസിനസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേച്ചി ചെന്ന് കയറി കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഹായ് ഹൗ ആർ യുവിന്റെ പെരുന്നാളാണ്. Hi. How are you? Fine, how are you? I'm good. Hi. Hello, happy to meet you. How are you? I'm fine. ചേച്ചിക്കാണെങ്കിൽ കാല് നിലത്തുറക്കുന്നില്ല. റിയൽ സ്റ്റാർ എന്തോ പറഞ്ഞാലും ഇരുന്ന് ചിരിക്കുന്നു. റിയൽ സ്റ്റാർ പറയും മിറാക്കിൾസ് ഉണ്ടാക്കുകയല്ലോ ഉണ്ടാകുകയല്ലേ. Wow, nice. എന്നിട്ട് റിയൽ സ്റ്റാർ പറയും അങ്ങേര് ചുറ്റിക്കാണാനല്ല മർഡർ ചെയ്യാനാണ് മലേഷ്യയിൽ വന്നത്. Good job. I like you. അങ്ങേര് പറയുന്ന എല്ലാത്തിനും ചേച്ചിക്ക് ഒരു ഒറ്റ റിപ്ലൈ ഉള്ളൂ. Adike, I'm so happy. അപ്പോഴാണ് അവരുടെ പുറകിലുള്ള ഒരു പോസ്റ്റർ റിയൽ സ്റ്റാർ കാണുന്നത്. അത് മലേഷ്യൻ കപ്പിൾസ് കോൺടെസ്റ്റ് ആണ്. 10 മില്യൺ സമ്മാനമുണ്ട്. അപ്പോൾ റിയൽ സ്റ്റാർ ചോദിക്കും നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് കോമ്പറ്റീഷൻ ജയിച്ചിട്ട് 10 മില്യൺ പപ്പാതി എടുത്താലോ. ആൻഡ് ചേച്ചി വാസ് ലൈക്ക് പിന്നെന്താ നമുക്ക് പോകാമല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമല്ല, ആ പോസ്റ്ററിനകത്ത് നല്ല വെണ്ടയ്ക്ക വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ട് കപ്പിൾസ് ഫ്രം 18 to 28 എന്ന്. അല്ല, അപ്പോൾ റിയൽ സ്റ്റാർ MGR 65-ാം വയസ്സിൽ വിഗും വെച്ച് കാമുകന്റെ വേഷം ചെയ്തില്ലേ? എനിക്ക് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ചെറുപ്പക്കാർ വന്ന് പങ്കെടുത്ത കപ്പിൾസ് കോൺടെസ്റ്റിനകത്ത് അമ്മാവനും അമ്മായും കൂടെ ചെന്ന് കയറി കൊടുക്കും. അതിനകത്ത് മൊത്തം കൂടെ 4 റൗണ്ട് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ റൗണ്ടാണ് റാം വാക്ക്. അതിലും പലരും പല രീതിയിൽ നടന്നു നോക്കി, പക്ഷേ നോ രക്ഷ. അവസാനം ഉപ്പി സാർ അതിർത്തി പ്രശ്നത്തിന് തല്ലാൻ പോകുന്ന പോലെ ചേച്ചിയും വലിച്ചുകൊണ്ട് നടന്ന വാക്ക് സെലക്റ്റഡ്. സെക്കൻഡ് റൗണ്ട് ബെസ്റ്റ് ഡാൻസ് റൗണ്ട്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഉപ്പി സാറിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് ബാക്കിയുള്ളവരുടെ മാനസിക നില തകർത്തു എന്ന് വേണം വിചാരിക്കാൻ. എല്ലാവരും ഒരുമാതിരി പ്രമേഹം ബാധിച്ച സോംബികളെ പോലെ നിന്ന് തുള്ളും. അപ്പോൾ നമ്മുടെ റിയൽ സ്റ്റാർ ഓടി വന്നിട്ട് ഗണ്ണൻ ഡാൻസ് കളിക്കും. ഇതെന്ത് പറയും? ഓ, റെഫറൻസ്.
അങ്ങനെ അതിൽ ഉപ്പി സാറ് ഫസ്റ്റ്. മൂന്നാമത്തെ റൗണ്ട് ക്വസ്റ്റ്യൻ റൗണ്ട്. ചോദ്യം: എല്ലാവരും ജനിക്കുമ്പോൾ ഒരേപോലെ ജനിക്കുന്നു, പക്ഷെ അവരിൽ ചിലർ നല്ലവരാകുന്നു, ചിലർ മോശമാകുന്നു. എന്തുകൊണ്ട്? റിയൽ സ്റ്റാറിനോടാ കളി. റിയൽ സ്റ്റാർ പറയും ആൻസർ ഇസ് സിമ്പിൾ. ഒരാൾ നല്ലവനാകുന്നു കെട്ടവനാകുന്നു ആ ആൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. റിയലി? അവസാനത്തെ റൗണ്ട് പ്രപ്പോസൽ റൗണ്ട്. പക്ഷെ പ്രപ്പോസൽ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഉപ്പി സാറിന് ശരിക്കും ഡാൻസ് വന്നത്. പക്ഷെ അതിൽ ഉപ്പി സാർ തന്നെ ഫസ്റ്റ്. അങ്ങനെ ഗണ്ണൻ സ്റ്റൈൽ കളിച്ച് 10 മില്യണൊക്കെ പുട്ട് പോലെ അടിച്ചുകൊണ്ട് ഇങ്ങേര് പോരും. പക്ഷെ അപ്പോഴേക്കും ചേച്ചി റിയൽ സ്റ്റാറുമായിട്ട് പ്രേമത്തിൽ വീണുപോയി. ഈ വഴിയിൽ ഉപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ചേച്ചി പ്രേമം പറയുമ്പോൾ റിയൽ സ്റ്റാർ ശരിക്കും ചേച്ചിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. റിയൽ സ്റ്റാർ അങ്ങനെ റോഡിൽ കളഞ്ഞിട്ട് പോയതിൻ്റെ ദണ്ണം തീർക്കാനായിട്ട് കംപ്ലൈൻറ്റ് തരാനാണ് ചേച്ചി ശരിക്കും പോലീസ് സ്റ്റേഷനിൽ വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും പെണ്ണായതുകൊണ്ടാണ് ചേച്ചിയെ റിയൽ സ്റ്റാർ വഴിയിൽ ഉപേക്ഷിച്ചതെന്ന്. റിയൽ സ്റ്റാറിന് അങ്ങനെ പണി കൊടുക്കാനും വലിപ്പിക്കാനും ജെൻഡർ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇതേപോലെ ഒരുത്തൻ്റെ കൂടി അങ്ങേരുടെ ഫാനാണെന്ന് പറഞ്ഞ് ഓട്ടോഗ്രാഫ് തരാമോ എന്ന് ചോദിച്ച് പേപ്പർ കാണിക്കും. അത് പിന്നെ അങ്ങനെ ഒരു പൊട്ടൻ A4 സൈസ് പേപ്പറിൽ വലത്തെ അറ്റത്ത് താഴെ ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന ഒരുത്തൻ. ബ്രഹ്മ ആ സ്വത്തെല്ലാം കൂടെ വാരിക്കെട്ടി ബാക്കിയുള്ളവർക്ക് വിറ്റിട്ട് ആ കാശുമായിട്ട് മുങ്ങും. ഈ കിട്ടിയ കാശുമായിട്ട് ഒരു മീറ്റിങ്ങിന് പോകും നമ്മുടെ ബ്രഹ്മ സാർ. അണ്ണൻ പെട്ടിയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ചേച്ചി എന്ന് ഫുൾ ബോഡി ചെക്ക് ചെയ്യും. എന്നിട്ട് ഉണ്ടായിരുന്ന ഒരു തോക്കും പിടിച്ചെടുക്കും. അണ്ണൻ ചെന്ന് കസേരയിൽ ഇരുന്നത് നാനാ ഭാഗത്തുനിന്നും തോക്ക്. പറന്നുപോയ കണ്ണടിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന റിയൽ സ്റ്റാറിന് ഇതൊക്കെ എന്ത്? ഒരു തോക്കല്ലേ പിടിച്ചെടുത്തോളൂ. അങ്ങനെ വേറെ 2 ഗൺ പുറത്തെടുത്ത് റിവോൾവിംഗ് ചെയറിലിരുന്ന് ചുറ്റി വെടിവെച്ച് എല്ലാവരെയും കൊല്ലും. പിന്നെ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല കേട്ടോ. റിയൽ സ്റ്റാർ തന്നെ ഇത് എല്ലാ ദിവസവും വീടിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങി പഠിച്ചതാണ്. പിന്നെ അണ്ണൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസിനൊക്കെ വെച്ച് മാക്സിമം ഇതൊക്കെ പറ്റൂ. കാരണം തലയ്ക്ക് വെടികൊണ്ടവനൊക്കെ ചത്തോന്ന് എന്ന് ചരിച്ച് നോക്കുന്നവനൊക്കെ കൊണ്ട് വേറെ എന്ത് കാണിക്കാനാ? അങ്ങനെ നാട് മുഴുവൻ ഓടി നടന്ന് കട്ടൊക്കെ മതിയാക്കി. ഇനി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കക്കാന്നും പറഞ്ഞ് റിയൽ സ്റ്റാറും പിള്ളേരും കൂടെ പ്ലാൻ ഇട്ട് അങ്ങേരുടെ നാട്ടിലോട്ട് തിരിച്ചു പോകും. ചെറുപ്പത്തിലെങ്ങാണ്ട് ഓടിപ്പോയത് കൊണ്ട് അങ്ങേരുടെ തന്തയ്ക്ക് ഇപ്പം അങ്ങേരെ കണ്ടാൽ തിരിച്ചറിയില്ല. പിന്നെ അങ്ങോട്ട് കുറെ ആദവൻ ലെവൽ പരിപാടികളാണ്. തന്തയെ കൊള്ളയടിക്കാൻ വന്നിട്ട് തന്തയെ കൊല്ലാൻ വരുന്നവരെ കൊല്ലലാണ് റിയൽ സ്റ്റാറിന്റെ മെയിൻ പരിപാടി. അവിടെ നമ്മുടെ ചേച്ചി വരും. എന്നിട്ട് റിയൽ സ്റ്റാർ ഏതാണ്ട് കഴുത്തി താലി കിട്ടിയെന്നും പറഞ്ഞ് ഏതോ ഒരു ഫോട്ടോ നോക്കി നിന്ന് പിച്ചും പേയും പറയും. അന്തസ്സുള്ള കുലസ്ത്രീകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവസാനം നമ്മുടെ റിയൽ സ്റ്റാർ റിയൽ ആയിട്ടെല്ലാം അടിച്ചു മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ നമ്മുടെ പോലീസ് ടീമായിട്ട് വന്ന് സ്റ്റാറിനെ പൂട്ടും. ശരി, ഇവിടെ കൊണ്ടൊരു തീരുമാനമായെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റിയൽ സ്റ്റാർ ഇങ്ങനെ ആവാനുള്ള കഥ പറയാൻ പോകുന്നത്. ഈ കഥയെന്ന് പറയുമ്പോൾ ഒരു എത്ര ജനറേഷൻ്റെ കഥയുണ്ട്? മുഴുവൻ കഥ പറയണമെങ്കിൽ 2 തലമുറയുടെ കഥ പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത്. ആ കഥ നമ്മുടെ റിയൽ സ്റ്റാറിന്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ കഥയാണ്. ആ റോള് ചെയ്യുന്നത് നമ്മുടെ റിയൽ സ്റ്റാർ തന്നെ. അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. യുദ്ധത്തിനൊക്കെ പോയി എല്ലാവരെയും കൊന്നാലും വെറുതെ വിടാവുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹം വെറുതെ വിടുമായിരുന്നു. സച്ച് എ നൈസ് മാൻ. അപ്പം അങ്ങനെ ഈ യുദ്ധത്തിൽ ജയിക്കുന്ന സാധനങ്ങൾ അല്ലാതെ മടിക്കുത്തിനകത്തിരുന്ന സാധനം എല്ലാം കൂടി ഇതേപോലെ നാട്ടുകാർക്ക് വാരി കോരി കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് വർഷങ്ങൾക്കിപ്പുറം രാജാവിന്റെ ഫാമിലി ചായപ്പലും രാജാവിന്റെ കൊട്ടാരം നാട്ടുകാരുടെ കയ്യിലുമായി. അങ്ങനെ ഒരു ദിവസം ചോറ് വാങ്ങി തിന്നാൻ പോലും കാശില്ലാതെ റിയൽ സ്റ്റാറിന്റെ ഡാഡിയും ഫാമിലി ഇരിക്കുന്ന സമയത്ത് ഒരു പിച്ചക്കാരൻ പിച്ച ചോദിച്ചു വരും. ഒബ്വിയസ്ലി ഇവരുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. പക്ഷെ അങ്ങേരുടെ തന്ത ആ വീട്ടിൽ നേർച്ചയ്ക്ക് വെച്ചിരുന്ന 1 രൂപ, അതായത് ആ വീട്ടിലുള്ള ആകെയുള്ള 1 രൂപ എടുത്ത് പിച്ചക്കാരന് കൊടുത്തു. ഇത് കണ്ടതും ഡാഡിക്ക് ദേഷ്യമായി. അങ്ങേര് തന്തയെ തള്ളി പിച്ചക്കാരനെ ചവിട്ടി. എന്നിട്ടൊരു വണ്ടിയായിട്ട് അങ്ങ് ഇറങ്ങി. നമ്മൾ വിജയിച്ചു. അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ പണ്ട് തൊട്ടേ ജനങ്ങളെ സേവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന റിയൽ സ്റ്റാറിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ തോണ്ടെന്ന് മനസ്സിലാക്കിയ ഡാഡി അണ്ണനെ കെട്ടിയിട്ട് തല്ലും. ആ തല്ലും കൊണ്ട് നാട് വിട്ട റിയൽ സ്റ്റാർ അന്ന് മുതൽ പണിയെടുക്കാതെ ഉണ്ടാക്കിയ കാശൊക്കെ പാവപ്പെട്ട പിള്ളേരുടെ നല്ലതിന് വേണ്ടിയായിരുന്നു ചിലവാക്കിയിരുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു പാവത്തിന്. പക്ഷേ എന്തായാലും കോടതി അണ്ണനെ ശിക്ഷിക്കുമെന്നുള്ള അവസ്ഥയായപ്പോഴത്തേക്കും നമ്മുടെ റിയൽ സ്റ്റാറിൻ്റെ ഡാഡി, ആ സ്നേഹനിധിയായ മനുഷ്യൻ, കോടതിയിലേക്ക് കയറി വന്ന് അങ്ങേര് ഇത്രയും നാളുണ്ടാക്കിയ സ്വത്തെല്ലാം കൂടെ പണയം വെച്ച് കോടതിയിൽ ആ കാശ് കെട്ടിവെക്കും. അങ്ങനെ ഈ ഉണ്ടായിരുന്ന ഫോർജറി കേസും ചീറ്റിങ്ങും 420 ബ്ലാക്ക് മെയിൽ, കിഡ്നാപ്പ്, മർഡർ എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കിയിട്ട് കോടതി അണ്ണനെ 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കും. അത്രയൊന്നും വേണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അണ്ണനെ കാണാൻ പ്രസ് വരും. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കണ്ട ചേച്ചിയും വരും. അവർ ശരിക്കും റിയൽ സ്റ്റാർ കൊന്ന ഒരാളുടെ ഭാര്യയാണ്. പ്രസിനെ കണ്ടത് മറ്റേ മലേഷ്യയിൽ പിച്ചക്കാരനെ കണ്ടപ്പോൾ പറഞ്ഞ പോലത്തെ കുറേ ഡയലോഗ്. എല്ലാവർക്കും 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. അതേപോലെ എല്ലാ മനുഷ്യനും വേറെ 2 അക്കൗണ്ട് ഉണ്ട്. പുണ്യത്തിൻ്റെ അക്കൗണ്ട്, പാപത്തിൻ്റെ അക്കൗണ്ട്. പാപത്തിൻ്റെ അക്കൗണ്ട് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യും, പുണ്യത്തിൻ്റെ അക്കൗണ്ട് ഇന്ന് തന്നെ തുറക്കും. അപ്പോഴാണ് ചേച്ചി പെട്ടെന്ന് തോക്കുമായിട്ട് ചാടി വീഴുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഹാപ്പി എൻഡിംഗ് ഒന്നും ഉണ്ടായില്ല മക്കളെ. അവർ തോക്കും കൊണ്ട് വന്നിട്ട് അതങ്ങേരുടെ കാലിൽ വെച്ചിട്ട് തൊഴുത് പിടിച്ചുകൊണ്ട് തിരിച്ചു പോകും. ഇത് കണ്ടപ്പോൾ TV റിപ്പോർട്ടർമാർക്ക് ഒരേ വാശി. അണ്ണൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു മോറൽ കൊടുക്കണമെന്ന്. അപ്പോൾ അണ്ണൻ പറയും, നല്ലത് ചെയ്യൂ, നല്ലത് ചിന്തിക്കൂ, പറ്റുവെച്ചാൽ പിച്ചക്കാർക്ക് ഭക്ഷണവും കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ ട്രിലജിയുടെ പാർട്ട് 1 അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മോളിക്കുലർ കാറ്റസ്ട്രോഫിക്ക് ശേഷം കൃത്യം 5 വർഷത്തിന് ശേഷം ഉപ്പി സാറും ചന്ദ്രു സാറും കൂടെ ചേർന്ന് ഈ ടോൺസിലൈറ്റിസ് ട്രിലജിയിലെ അടുത്ത പടം ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഏതൊരു ആക്ടർ ഡയറക്ടർ കോംബോ ആണെങ്കിലും അവരുടെ ആദ്യത്തെ പടത്തിനെക്കാട്ടി വളരെ മികച്ചൊരു സിനിമ ഇറക്കാനായിരിക്കുമല്ലോ പിന്നെ നോക്കുക. അങ്ങനെ ഇവരും ഇറക്കി. പക്ഷേ അതിച്ചിരി വല്ലാത്ത ഇറക്കലായിപ്പോയി.